ഹായ് ഫ്രണ്ട്സ്, DIY എവറിത്തിങ് ഹോംമെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പിൻവീലാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഞാനിവിടെ ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ ഫോൾഡ് ചെയ്യാണ്. 14x14 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത്. നമുക്ക് 2 ക്രോസ് ഫോൾഡ്സ് ആണ് വരുത്താനുള്ളത്. സോ ഇതാ ഞാനിവിടെ ക്രോസ് ഫോൾഡ്സ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്നത് കുറച്ച് മാർക്കിങ്സ് വരുത്താനുണ്ട്. സോ ഞാനിവിടെ സെൻറ്റർ പോർഷനിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 2 ലൈൻസ് 4 സൈഡിലേക്കും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ലൈൻസ് മുകളിലേക്ക് ഡ്രോ ചെയ്യാം, എല്ലാ കോർണറിലേക്കും. നമുക്ക് ഈ ലൈൻ വരച്ചതിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സംഭവം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി ചെയ്യാനുള്ളത് നമുക്കിത് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഗമ്മ് ഈ സെൻറ്റർ പോർഷൻ്റെയും നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നടുക്കൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ഗമ്മ് തേച്ചതിന് ശേഷം ഒരു പോർഷൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. അടുത്ത പീസ് നമ്മൾ വിടുക. അത് കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ പീസ് എടുക്കുക. അതേ സെയിം രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മളത് ഫോൾഡ് ചെയ്ത് അതിനെ ഞെക്കി കൊടുക്കരുത്. അതിങ്ങനെ ബൾജ് ചെയ്ത് തന്നെ നിൽക്കണം. സെയിം രീതിയിൽ ബാക്കി 2 പോർഷനും കൂടി നമുക്ക് ഒട്ടിക്കാം. സോ ഇതാണ് നമ്മുടെ സംഭവം. ഇതുപോലെയാണ് ഇരിക്കുക. നമുക്ക് ഈ സെൻറ്റർ പോർഷൻ ഒന്ന് കവർ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളറോ സെയിം കളറോ യൂസ് ചെയ്തൊരു ചെറിയ സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. സോ ഞാനിവിടെ പിങ്ക് കളറാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ചെയ്യുന്നത്. ജസ്റ്റ് അത് ഗം ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ പിൻവീലിൻ്റെ ബോഡി റെഡിയായി. നമുക്ക് ഇത് പിടിക്കാനുള്ള ഒരു ഹാൻഡിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും സെൻറ്റർ പോർഷൻ. അതിലൂടെ ഒരു നീഡിലോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഒരു ഹോൾ ഉണ്ടാക്കുക. ചെറിയൊരു ഹോൾ, ജസ്റ്റ് ഒരു കുഞ്ഞ് വയർ കോയിൽ കയറ്റാൻ പറ്റാവുന്ന അത്രയും ചെറിയൊരു ഹോൾ ഉണ്ടാക്കുക. ഞാനൊരു ബീഡ് എടുത്തിട്ടുണ്ട്. ആ ബീഡും ഒരു വയർ കോയിലും എടുത്തിട്ടുണ്ട്. കുഞ്ഞു കമ്പിയാണത്, തിന്നായിട്ടുള്ള കമ്പിയാണ്. സോ ഞാൻ ആദ്യം ആ ഹോളിലൂടെ ആ കമ്പി കയറ്റിയതിന് ശേഷം ബീഡ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം അത് ഊരി പോരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ കമ്പീനെ ഒന്ന് വളച്ച് ബീഡിൻ്റെ അകത്തേക്ക് തന്നെ ഇതാക്കുകയാണ്. സോ അപ്പോൾ ബീഡ് അവിടെ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് ശരിയാക്കാനുള്ളത്. അത് തൽക്കാലം നമുക്കത് അവിടെ തന്നെ വയ്ക്കാം. സോ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാനിപ്പോൾ സൈഡിലേക്ക് വയ്ക്കുകയാണ്. ഇനി നമുക്ക് സ്ട്രോ എടുക്കാം. സ്ട്രോ എടുത്തതിന് ശേഷം സെയിം പോലെ ഒരു ഹോൾ കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് ഒരു ഹോൾ ഇടുക. നീഡിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വയർ കോൽ ആവശ്യമുള്ള അത്ര എടുത്തതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കിത് ഈ സ്ട്രോയിലേക്ക് ഇതിന് ജോയിൻ ചെയ്യാം. സോ ഇതുപോലെയാണ് ഇരിക്കുക. അതിൽ കറങ്ങാൻ പറ്റുന്നത്ര ഫ്രീ ആക്കി വെച്ചതിന് ശേഷം ബാക്കിൽ ടൈറ്റ് ചെയ്യുക. ഒത്തിരി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചുരുട്ടി മടക്കി ആ സ്ട്രോൻ്റെ ഉള്ളിലേക്ക് തന്നെ അത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ പിൻവീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.